ഇന്ന് തൊട്ട് നമ്മുടെ ലാംഗ്വേജ് നമ്മൾ തുടങ്ങണം. ലാംഗ്വേജ് നമ്മളിവിടെ 2 ലാംഗ്വേജുകളാണ് നമ്മളിവിടെ ക്ലാസ്സിൽ ചെയ്യുക. ഒന്ന് ഇംഗ്ലീഷ്, മറ്റത് ഹിന്ദി. ഇത് രണ്ടുമാണ് നമ്മൾ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ പിന്നെ. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലാംഗ്വേജ് നന്നാവുക, അതിന് വേണ്ടിയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ ഇതിൻ്റെ ഒരു പാഠ്യവിഷയമായിട്ട് മാറ്റിയത്. അപ്പൊ അത് ഏത് ലാംഗ്വേജ് ആയാലും, ഇപ്പൊ മലയാളം നമ്മൾ ഇഷ്ടം പോലെ സംസാരിക്കണതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മലയാളം നമ്മൾ മലയാളത്തിന്റെ ആ ഭംഗിയിൽ തന്നെ നമ്മൾ സംസാരിക്കണം. അപ്പൊ ആ സംസാര ഭാഷ നന്നാക്കണമെങ്കിൽ ലാംഗ്വേജ് നന്നായിട്ട് വായിക്കണം. നിങ്ങൾക്കുള്ള പണി അതാണ്. ഭാഷ നന്നാക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ, ഭാഷ നന്നായിട്ട് ഉപയോഗിക്കുക. ഭാഷ നന്നായിട്ട് പ്രത്യേകിച്ച് വായിക്കുക. അതായത് നമ്മൾ സംസാരിക്കുന്ന ഭാഷ സാധാരണ നമ്മളൊക്കെ തമ്മിൽ അങ്ങോട്ടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ നാടൻ ഭാഷകൾ നമ്മൾ ഉപയോഗിക്കാം. മാർക്കറ്റ് ഭാഷ എന്നൊക്കെ പറയും. അതല്ല, നല്ല ഭാഷ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വായിക്കണം. നമ്മുടെ റീഡിങ്സിലൂടെയാണ് നമുക്ക് ഭാഷ നന്നാക്കാൻ പറ്റുക. അപ്പം നിങ്ങളൊരു സ്പോക്കൺ ഇംഗ്ലീഷിന് പോയി കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാനും പെരുമാറാനും ഒക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അവർ പഠിപ്പിക്കും. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, പൂർണ്ണമായിട്ടും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഭാഷ അവിടെ നമുക്ക് കിട്ടില്ല. മിക്കവാറും ആ ഭാഷയൊക്കെ ഒരു അങ്ങാടി ഭാഷയാവും. അപ്പൊ ഭാഷ നന്നാക്കണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രോസ്, നോവല്, പോയട്രി ഇതൊക്കെ നന്നായിട്ട് വായിക്കുക. അപ്പൊ നമുക്ക് നല്ല അല്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ കഥാകൃത്തുകളും കഥാകാരന്മാരും കവയിത്രികളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകത കണ്ടിട്ടുണ്ടോ? നമ്മൾ സംസാരിക്കുന്ന പോലെയാണോ? നമ്മുടെ തൃശ്ശൂർക്കാർക്ക് ഒരു പ്രത്യേക ശൈലിയുണ്ട്, കണ്ണൂർക്കാർക്ക് വേറൊരു ശൈലിയുണ്ട്. തിരുവനന്തപുരത്ത് പോയ ഭാഷ നമുക്ക് ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല. അവരൊക്കെ മലയാളം തന്നെ പറയണം. അപ്പോൾ അത് മാറിയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ മാന്യമായിട്ട് സംസാരിക്കുക എന്ന് പറയും. ആ രീതിയിലേക്ക് നമ്മൾ വരണം എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് നന്നായിട്ട് എന്ത് ചെയ്യണം, വായിക്കണം. കേട്ടാ? അപ്പൊ അതാണ് ഭാഷ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ നമ്മൾ നേരെ ഭാഷയിലേക്ക് നമ്മൾ കയറുകയാണ്. കേട്ടാ? ആരപ്പോ വന്ന ആള് പറയൂ. നീരജ് എന്താ നേരം കഴിഞ്ഞ്? അതെ, ശരി. കുഴപ്പമില്ല. അമ്മ പറഞ്ഞു കേട്ടു ഞാൻ. ശരി. അപ്പൊ ഞങ്ങള് ഇംഗ്ലീഷ് ചെറുതായിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ്. തുടങ്ങട്ടെ എന്നാ? നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് പാർട്ട് 1 എന്ന് പറയുന്നത്. പാർട്ട് 1ഉം പാർട്ട് 2 ഉണ്ട്. നമുക്ക് പാർട്ട് 1നും പാർട്ട് 2നും കൂടിയിട്ട് ആകെ 5 മൊഡ്യൂളുകളാണ് ഉണ്ടാവുക. സാധാരണ 5 മൊഡ്യൂളുകൾ. ഇതിലിപ്പോൾ 3 മൊഡ്യൂളാണ് ഇതിലുള്ളത്. ബാക്കി 2 മൊഡ്യൂളുകൾ പാർട്ട് 2ലാണ്. നമുക്കിവിടെ ഓണപരീക്ഷയ്ക്ക് നമുക്ക് വേണ്ടി വരും ആകെ 2 മൊഡ്യൂളുകളാണ് നമുക്ക് വേണ്ടി വരും ഓണപരീക്ഷയ്ക്ക്. അതായത് ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ 2 ചാപ്റ്ററും പിന്നെ 2 പോയംസും ഉണ്ട്. 2 പ്രോസും 2 പോയം ഉണ്ടാവും. അപ്പൊ ആ 2 പ്രോസിൽ ആദ്യത്തെ പ്രോസാണ് ഇമ്പോർട്ടൻറ്റ്. അതേപോലെ ആദ്യത്തെ പോയമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പൊ പിന്നെ അഡീഷണൽ ആയിട്ട് തന്നിട്ടുള്ള പോയവും പ്രോസൊക്കെ എന്തിനാ? അത് പണ്ടൊക്കെ ഇംഗ്ലീഷ് 2 ബുക്ക് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് എയും ഇംഗ്ലീഷ് ബിയും. ഇപ്പൊ അങ്ങനെ 2 ബുക്കില്ല, ഒരു ബുക്കിൽ തന്നെയാണ് എയും ബിയും. മനസ്സിലായോ പറഞ്ഞത്? അതായത് ഒരു ബുക്കിൽ തന്നെ അവര് അഡീഷണൽ റീഡിങ് തരികയാണ്. അതായത് നമ്മൾ ഒരു കഥ ആദ്യത്തെ പ്രോസ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വായിച്ച് അത് കുറേ തവണ വായിച്ച് അതിലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ധാരണയിൽ നമ്മൾ വരുത്തണം. രണ്ടാമത്തെ പ്രോസ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരം പോവാതെ നിങ്ങൾ ഇരിക്കാന്ന് വിചാരിച്ചോ, അപ്പൊ നിങ്ങൾക്ക് ഇരുന്ന് വായിക്കാനായിട്ട് തരുന്നതാണ് രണ്ടാമത്തെ പ്രോസ്. മനസ്സിലായ? അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്രോസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാലേ, 8ലും 9ലും 10ലും നമ്മൾ നോക്കുമ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ പ്രോസ് ഭയങ്കര ലെങ്തി പ്രോസ് നിങ്ങൾക്കാണ്. വലിയ പാഠങ്ങളാണ് നിങ്ങൾക്കുള്ള പാഠങ്ങൾ. അതുകൊണ്ട് എടുത്ത് കഴിയാന്ന് പറയുന്നത് വളരെ എന്താ പറയാ ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. വെറുതെ കഴിഞ്ഞാൽ പോരാ, പ്രോസ് നമ്മൾ നന്നായിട്ട് വായിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നന്നായിട്ട് വായിക്കുക. ഒരു ഭാഗം എടുത്തു കഴിഞ്ഞാൽ ആ എടുത്ത ഭാഗം നമ്മൾ ചുരുങ്ങിയത് ഒരു 25 തവണയെങ്കിലും വായിക്കണം. എങ്കിലേ നമുക്ക് ആ ഭാഷ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരുള്ളൂ.
അപ്പൊ നമ്മുടെ ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞില്ല എന്ന് വേണ്ട, ഇന്ന് നമ്മൾ എടുത്ത ഭാഗത്തുനിന്ന് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഒരു പ്രിപ്പോസിഷൻ ടെസ്റ്റ് ഉണ്ടാവും. കേൾക്കണ്ട നിങ്ങൾ? ഒരു പ്രിപ്പോസിഷൻ ടെസ്റ്റ് ഉണ്ടാവും അടുത്ത ക്ലാസ്സിൽ. അപ്പൊ ആ പ്രിപ്പോസിഷൻ ടെസ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യണം? തയ്യാറായിരിക്കണം. അതിനെങ്ങനെ തയ്യാറാവുക? നന്നായിട്ട് ഇത് എന്ത് ചെയ്യുക? വായിക്കുക. അപ്പൊ പ്രിപ്പോസിഷൻ ടെസ്റ്റ് നമ്മളൊരു 10 സെന്റൻസ് ഇതിലിടും. പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? ശബ്ദം കേൾക്കാനില്ലോ? എന്താ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു വാചകത്തിന് പൂർണ്ണമാക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ ഉപയോഗിക്കുന്ന ഇൻ, അറ്റ്, ഓൺ, ഫോർ, ഓഫ്, വിത്ത്, ബിഫോർ, ബിഹൈൻഡ്, അങ്ങനെയുള്ള വാക്കുകൾ കണ്ടിട്ടില്ലേ? ഐ വെന്റ് ടു ദർ എന്ന് പറയുമ്പോൾ ടു വെച്ചാലാണ് ആ വാചകം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ ഇതാണ് പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. ഈ പ്രിപ്പോസിഷൻ ഒരിക്കലും നമുക്കൊരാളെ പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇപ്പൊ നിങ്ങൾ മലയാളം പറയണത് ആരെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടാണോ പറയണത്? അല്ല. നമ്മൾ ചെറുപ്പം തൊട്ട് ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളിതിങ്ങനെ പറയണത്. അപ്പൊ ഈ മലയാളത്തിൽ ഉണ്ട് പ്രിപ്പോസിഷൻ, അത് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷെ ഇംഗ്ലീഷിലെ പ്രിപ്പോസിഷൻ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഭാഷ ഉപയോഗിച്ചിട്ടാണ് ഈ സാധനം പഠിക്കുക. അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ ഭാഷ ഉപയോഗിക്കാൻ നമുക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല. മാർഗങ്ങളുള്ളത് പ്രോസ് വായിക്കുക, നോവല് വായിക്കുക. അപ്പൊ പ്രിപ്പോസിഷനൊക്കെ അതിലിങ്ങനെ വരുമ്പോൾ അത് നമ്മൾ അതിങ്ങനെ വായിച്ച് 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 നമ്മൾ എന്താവും? നമ്മൾ അവസാനം ശശി തരൂരിന്റെ പോലെയാവും. നന്നായിട്ട് വായിച്ചാൽ മതി. ശശി തരൂരിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ശശിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? ശശിയല്ല, ശശി തരൂർ. കേട്ടിട്ടുണ്ടോ? ആരോടെ ചോദിക്കണേ ഞാൻ? അല്ലെ മാഷ് ചോദിക്കണേനൊന്നും മറുപടി ഇല്ലല്ലോ. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അങ്ങനെ ഒരാളുണ്ട്. കടുക് മണി പറക്കണ പോലെ, കടുക് പറക്കണ പോലെ ഇംഗ്ലീഷ് പറയത്ര. മലയാളിയാണ്. ഇംഗ്ലീഷുകാർക്ക് വരെ പേടിയാന്നാ പറയുന്നത്. അപ്പൊ അയാള് ഇതിങ്ങനെ വായിച്ച് 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 എത്തിച്ചതാണ് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ കടുക് പറക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഏകദേശം ഒന്ന് പറക്കാം. നോക്ക്, ഹ്യൂസ് ആൻഡ് വ്യൂസ്, ഇതാണ് ഒന്നാമത്തെ നമ്മുടെ യൂണിറ്റ്. ആ ഒന്നാമത്തെ യൂണിറ്റില് എന്തൊക്കെ ഭാഗങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതില് തന്നിട്ടില്ല. ഹ്യൂസ് ആൻഡ് വ്യൂസ് മാത്രമേ വന്നിട്ടുള്ളൂ. അതില് ആദ്യത്തെ നമുക്കൊരു പ്രോസ് ഉള്ളത് ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്നത്. ദ മിസ്റ്റീരിയസ് പിക്ചർ കാണാണ്ടോ പാഠഭാഗം? ചാൾസ് ഡി കോസ്റ്റർ എന്ന് പറയുന്ന ആള് നോക്കുക, അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ദ ലെജൻഡ് ഓഫ് ടിൽ. ലെജൻഡ് ഓഫ് ടിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് എന്നാ പറയുന്നത്. ടിൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിനെ നിർത്തിയിട്ടുള്ള ഒരുപാട് കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്ന് എഴുതിയത് നോക്കണു 1827, കഴിഞ്ഞ നൂറ്റാണ്ടിലാണ്. ആ കാലഘട്ടത്തിൽ എഴുതിയിട്ടുള്ളതാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളത്. അപ്പോ ടില്ലിന്റെ കഥ, ടിൽ എന്ന് പറയുന്നപ്പോ നമ്മള് ഹോജ കഥ എന്നൊക്കെ പറയില്ലേ? ബീർബൽ കഥകൾ, ഹോജ കഥകൾ, അങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒന്നും കേട്ടില്ലേ നിങ്ങൾ? എന്തുട്ടാ ആൾക്കാരെ നിങ്ങൾ ഒന്നും കേട്ടില്ല? അങ്ങനെ ഉള്ള കഥകൾ പറയുന്നത് ഒരാളെ വെച്ചിട്ട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കുക, പറയാ അയാൾക്കുണ്ടായ കാര്യങ്ങൾ. അതാണ് ഇത്. അപ്പോ ഇതില് അതാണ് ഒന്നാമത്തെ ലെസൺ. രണ്ടാമത്തെ ലെസൺ പിന്നെ പറയുന്നത് നോക്കുക, ഇതിലെ ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാടുണ്ട് കേട്ടോ. നമുക്കത് ആക്ടിവിറ്റീസ് നമ്മൾ നേരിട്ടിട്ടാണ് പറയുന്നത്. The boy who drew cats. Who drew cats. പൂച്ചയെ വരയ്ക്കുന്ന ആൺകുട്ടി. അതാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ കവിത എന്താച്ചോ,
ആ, അത് കഴിഞ്ഞിട്ട് പിന്നെ താജ്മഹൽ എന്ന് പറയുന്ന കവിതയാണ്. അത് കഴിഞ്ഞിട്ട് താജ്മഹൽ. അത് പോയ താജ്മഹൽ. താജ്മഹൽ അതും കാണിച്ചു തരാം. കണ്ട താജ്മഹൽ ഇങ്ങനൊരു പോയം. അത് കഴിഞ്ഞാൽ പിന്നെ വി ആർ ദ വേൾഡ്. വി ആർ ദ വേൾഡ് എന്ന് പറയുന്ന ഒരു കവിത എന്നല്ല നമ്മൾ പറയാം, പാട്ട്. ഈ പാട്ടുകാരനെ നിങ്ങൾ അറിയും, വി ആർ ദ വേൾഡ്. ഈ പാട്ടുകാരൻ കണ്ടിണ്ടാ? ഇയാളെ കണ്ടിണ്ടാ? അതെ, മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ വലിയൊരു സംഭവമാണ്. മൈക്കിൾ ജാക്സൺ സോങ് റൈറ്റർ, ഡാൻസർ, ആക്ടർ, സിംഗർ എല്ലാം ആണ്, ഓൾ ഇൻ വൺ. അപ്പോ അങ്ങനെ ഇത്രയാണ് നമുക്ക് ഒന്നാമത്തെ യൂണിറ്റ് ഉള്ളത്. അപ്പൊ അതിൽ ആദ്യത്തെ പാഠത്തിലേക്ക് നമ്മൾ കിടക്കാട്ടോ. ദ ടിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യത്തെ ഭാഗം ടിൽ. ഇന്ന് മാഷ് കുറച്ചെടുക്കണുള്ളൂ കേട്ടോ. എന്തിനാ ഈ കുറച്ചെടുക്കണമെന്ന് ചോദിച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ആ പ്രിപ്പോസിഷൻ എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ കൂട്ടിയെടുക്കും കേട്ടാ. നമ്മൾ ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ ഇന്ന് തെറ്റിച്ച ആൾക്കാർക്കൊക്കെ അന്നാണ് തല്ല് വരിക കേട്ടാ. കേൾക്കണ്ട? തെറ്റിച്ച ആൾക്കാരെ ഞാനിങ്ങനെ പേരെഴുതി വയ്ക്കും. എന്നിട്ട് നമ്മൾ എന്നാണോ ക്ലാസ് തുടങ്ങുന്നത് ആ ക്ലാസ് തുടങ്ങണം അന്ന് നമ്മൾ വന്നിട്ട് ആദ്യം തല്ലാണ്, കടം വീട്ടിലാണ്. ഓക്കെ അല്ലേ? നിങ്ങള് റെഡി അല്ലേ? റെഡി. തല്ല് വാങ്ങാനാ? തല്ല് വാങ്ങാതിരിക്കാൻ. വെരി ഗുഡ്. നമ്മൾ തുടങ്ങാ. ദ മിസ്റ്റീരിയസ് പിക്ചർ. ചാപ്റ്ററിന്റെ പേര് നോക്കുക, മിസ്റ്റീരിയസ്, നിഗൂഢത നിറഞ്ഞ ചിത്രം. ഇതാണ് പറയണത് തന്നെ, ദ മിസ്റ്റീരിയസ് പിക്ചർ. ഇത് തുടക്കത്തിൽ തന്നെ പറയാം. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഫ്രം ലെജൻഡ് ഗ്ലോറിയസ് അഡ്വഞ്ചേഴ്സ് ഓഫ് ടിൽ. ടിൽ എന്നാണ്. ടിൽ ഉലൻസ്പീഗൽ എന്ന് പറയുന്ന ആളാണ് ഇതിലെ കഥാപാത്രം. അയാളുടെ എന്താ പറയാ, അഡ്വഞ്ചേഴ്സ്. അദ്ദേഹം സാഹസിക യാത്രകൾ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ചില സാഹസികതകളാണ് ഇത് പറയുന്നത്. അപ്പോ there is an interesting episode from the life of an artist. ആരാണ് ടിൽ? ടിൽ ഈസ് an artist. ടിൽ ഒരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. നോക്കൂ, ടിൽ തുടങ്ങാം. In the course of his wandering from court to court, rode to the palace of Archduke of Battenberg on his donkey. His clothes and appearance attracted everyone's attention. His cap was set smartly on his head, and the 3 bright feathers on it danced in the breeze as he rode. At the main entrance to the palace, the captain of guards called out to him, "Hey there, you fellow on the donkey, we don't allow any loafers here. You and your donkey already look like skeletons." അപ്പോ നമുക്കിതൊന്ന് തുടങ്ങാം. നോക്കൂട്ടാ. ടിൽ, നമ്മുടെ കഥാപാത്രത്തിന്റെ പേരാണ് ടിൽ, TYL, ടിൽ. In the course of his wanderings from court to court. അതായത് ഈ ടിൽ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹം ഇങ്ങനെ ചുറ്റി കറങ്ങുന്ന ആളാണ്. വാണ്ടറിങ് എന്ന് പറഞ്ഞാൽ എവിടെയും സ്റ്റേ ചെയ്യാതെ ഇങ്ങനെ കറങ്ങി നടക്കുക എന്ന് പറയും നമ്മൾ, ചുറ്റി കറങ്ങുക. അതാണ്. എങ്ങനെയാ? ഫ്രം കോർട്ട് ടു കോർട്ട്. ഇവിടെ കോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു രാജകൊട്ടാരം, അവിടുന്ന് വേറൊരു രാജകൊട്ടാരം, അങ്ങനെ കൊട്ടാരത്തിൽ നിന്ന് കൊട്ടാരത്തിലേക്ക് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ ശരിക്കും കോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി എന്നൊക്കെയാണ് പറയുക. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജാവിന്റെ ഭരണം നടക്കുന്ന സ്ഥലം. എന്നിട്ട് അങ്ങനെ അദ്ദേഹം രാജ്യങ്ങൾ ഇങ്ങനെ ചുറ്റി നടക്കുന്ന, വാണ്ടറിങ് നടത്തുന്ന ആളാണ്. അങ്ങനെയുള്ള ടില്ല് ടു ദ പാലസ് ഓഫ് ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അദ്ദേഹം എവിടെത്തി? റോഡ് ടു. അദ്ദേഹം സഞ്ചരിക്കുകയാണ്. എവിടേക്കാ പോകുന്നത്? ടു ദ പാലസ്.
ഓഫ് ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. കണ്ട അവിടെയൊക്കെ പ്രിപ്പോസിഷൻ വരുന്നുണ്ട്. ടു ദ പാലസ്, പാലസിലേക്ക്. ഓഫ് ആർച്ച്ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്, ബാറ്റൻബർഗിലെ പ്രഭുവായിട്ടുള്ള, ആർച്ച് ഡ്യൂക്ക് എന്ന് പറഞ്ഞാൽ പ്രഭുവാണ്, ബാറ്റൻബർഗിന്റെ പ്രഭുവിന്റെ കൊട്ടാരത്തിലേക്ക് അദ്ദേഹം പോവുകയാണ്. എങ്ങനെയാണ് പോണത്? ഓൺ ഹിസ് ഡോങ്കി, അവന്റെ കഴുതപ്പുറത്ത്. അത് നേരത്തെ പറഞ്ഞല്ലോ, റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ എന്തെങ്കിലും സാധനത്തിന്റെ പുറത്ത് കയറി പോകുമ്പോഴാണ് നമ്മൾ റൈഡ് എന്ന് പറയാം. കുതിരപ്പുറത്ത്, അപ്പൊ ഹോഴ്സ് റൈഡ് എന്ന് പറയും. കഴുതപ്പുറത്ത്, ഇപ്പൊ ഡോങ്കി, റൈഡ് ഓൺ ഡോങ്കി. സൈക്കിൾ സവാരിക്ക് നമ്മൾ പറയാറില്ലേ റൈഡ് എന്ന് പറയാറില്ലേ, റൈഡിന് പോവാന്ന് പറയാറില്ലേ. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് attracted everyone's attention. ഇനി ടില്ലിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറയും. ക്യാരക്ടർ സ്കെച്ച് എന്താണ്? ക്യാരക്ടർ സ്കെച്ച് കഥാപാത്രത്തിനെ കുറിച്ച് വിവരിക്കാനാണ് പറയുന്നത്. അപ്പൊ ടിൽ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകതയാണ് ഇപ്പോ ഇനി പറയാൻ പോണത്. നോക്കൂ എന്തൊക്കെയാ. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ്, അവന്റെ വസ്ത്രങ്ങളും അവന്റെ ആ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആൾക്കാരുടെ മുൻപിൽ അവന്റെ രൂപം, അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ, അത് എല്ലാവരെയും അട്രാക്ട് ചെയ്യും, ആകർഷിക്കുന്നു. അപ്പൊ അട്രാക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എടുക്കുക, പോസിറ്റീവായിട്ട് എടുക്കുക. പക്ഷെ ആകർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ആവണമെന്നില്ല. പല കാരണങ്ങൾ കൊണ്ട് ഒരാളെ വേറൊരാൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം അല്ലേ. ഒരാള് 2 ചെമ്പരത്തി പൂ ചെവിമലൊക്കെ വെച്ച് നടന്നു നോക്കിയേ, നിങ്ങൾ എന്ത് ചെയ്യും? ശ്രദ്ധിക്കില്ല, ആളെ ശ്രദ്ധിക്കില്ലേ? ആരുമില്ലേ? പോയാ ശ്രദ്ധിക്കും. പക്ഷെ എന്ന് കരുതിയിട്ട് അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ആരെയും ചെമ്പരത്തി പൂ വെച്ച് നടക്കാറുണ്ടാ? ഇല്ല. വേണമെങ്കിൽ വെച്ച് നടന്നോട്ടാ, അപ്പൊ നല്ല അട്രാക്ഷൻ ആവും. നോക്കാം. അപ്പൊ എവരിവൺസ് അറ്റൻഷൻ. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ്. എന്താണ് ഇനി ഇവന്റെ പ്രത്യേകത? ഹിസ് ക്യാപ്പ്, അവൻ ഒരു തൊപ്പി ധരിച്ചിട്ടുണ്ട്. സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്, അവന്റെ തലയിൽ അവൻ വളരെ ഭംഗിയായിട്ടൊരു തൊപ്പി വെച്ചിരിക്കുന്നു. ആൻഡ് there bright feathers on it, ആ തൊപ്പിയിൽ ബ്രൈറ്റ് ഫെതേഴ്സ്, ഇങ്ങനെ നല്ല എന്താ പറയാ ഭംഗിയുള്ള പ്രകാശപൂരിതമായ എന്ന് പറയാം, ബ്രൈറ്റ് ഇങ്ങനെ തിളങ്ങുന്ന എന്താ പറയാ തൂവല്, ഫെതേഴ്സ് അല്ലെ, പല പല പക്ഷികളുടെ ഒക്കെ തൂവല് അതുമ്മ തൊപ്പിയും ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ്, ആ ഫെതേഴ്സ് തൊപ്പിയും ആ ഫെതേഴ്സ് ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടുകയാണ്. ആസ് ഹി റോഡ്, അവനിങ്ങനെ കഴുതപ്പുറത്ത് പോകുമ്പോൾ ഈ തൂവലുകൾ ഇങ്ങനെ ഇളകുന്നു. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, അങ്ങനെ അവൻ കഴുതപ്പുറത്ത് ഇങ്ങനെ ഇരുന്ന് പോയിട്ട് അവൻ എവിടെ എത്തി? മെയിൻ എൻട്രൻസ് ടു ദ പാലസ്, പാലസിന്റെ പ്രധാന വാതിൽക്കിലെത്തി. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്, അവിടെ എത്തിയപ്പോൾ ഈ കൊട്ടാരത്തിന്റെ വാതിലിന്റെ മുൻപിൽ അതിന്റെ കാവൽക്കാരൻ നിൽക്കുന്നുണ്ട്, ഗാർഡുകൾ കുറെ നിൽക്കുന്നുണ്ട്. ആ ഗാർഡുകളിൽ ക്യാപ്റ്റൻ അല്ലെ, അവരുടെ നേതാവ് എന്ത് ചെയ്തു? നേതാവ് called out to him, അവനെ ഇങ്ങോട്ട് വിളിച്ചു. Hey there, അല്ലേ എന്താ വിളിക്കുന്നത്? Hey there, ഇവിടെ എന്ന് പറയാം. You fellow on the donkey, തന്നെ ആരാ? ഓൺ ഡോങ്കി, ഫെല്ലോ ഓൺ ഡോങ്കി, കഴുതപ്പുറത്ത് വരുന്ന മനുഷ്യ തന്നെ വിളിക്കണത് അല്ലേ. എന്താ? ഒരു മിനിറ്റ്. We don't allow any loafers here. ഞങ്ങൾ ഇവിടെ ലോഫേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാര്, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരൊന്നും ഇവിടെ, അതായത് അഡ്രസ് ഇല്ലാത്ത ആൾക്കാരൊന്നും ഞങ്ങൾ ഇവിടെ we are not allow here, we don't allow, ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇവിടെ അലൗ ചെയ്യുന്നില്ല, ഞങ്ങൾ ഇവിടെ അനുവദിക്കാറില്ല എന്ന് വെച്ചാൽ അകത്തേക്ക് പ്രവേശനമില്ല. You and your donkey already look like skeletons. ഇനി എന്താ പറയുന്നത്? നീയും നിന്റെ ഡോങ്കിയും എന്തുപോലെയാ? സ്കെലട്ടൻസ്. എന്താ സ്കെലട്ടൻ? നീയും നിന്റെ ഡോങ്കിയും സ്കെലട്ടൻസ് പോലെയാണെന്നാ പറഞ്ഞത്. എന്താ സ്കെലട്ടൻസ്? അസ്ഥികൂടം
മനസ്സിലായില്ലേ? എന്തുപോലെയാണത്രേ? ആ, അസ്ഥിക്കൂടം പോലെയാണെന്നാ പറയണത്. അപ്പൊ അസ്ഥിക്കൂടം പോലെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അസ്ഥിക്കൂടം എന്ന് പറഞ്ഞ അർത്ഥം? എന്ത്? അതാണോ അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ? അസ്ഥിക്കൂടം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. യോ ദാരിദ്ര്യം, ഇങ്ങനെ പറയാൻ കേട്ടിട്ടുണ്ടോ നിങ്ങള്? യോ ദാരിദ്ര്യം. അതന്നെ അല്ലേ? അതന്നെ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടെ പ്രവേശനമില്ല. The captain of guards was tall, well-built, red-haired man of about 25. ഇനി ഈ ഗാർഡിന്റെ ക്യാപ്റ്റൻ എങ്ങനെയുള്ള ആളാ? Was a tall, well-built, red-haired man of about 25. അപ്പൊ അടുത്ത ക്യാരക്ടറാണ് കേട്ടാ. നമ്മൾ ഓൾറെഡി ടില്ലിനെ പറഞ്ഞു. ഇനി ഇതാ ക്യാപ്റ്റൻ ഓഫ് ഗാർഡിനെ കുറിച്ചിട്ടാ പറയുന്നത്. എന്താ ഇയാളുടെ പ്രത്യേകത? ടോൾ, നല്ല ഉയരത്തില്, വെൽ ബിൽഡ്, നല്ല അടിപൊളി ശരീരം, വെൽ ബിൽഡ് എന്ന് പറഞ്ഞാൽ നല്ല ജിമ്മ് ബോഡി. റെഡ് ഹെയർഡ് മെൻ, ചുവന്ന തലമുടിയുള്ള മനുഷ്യൻ. ഓഫ് അബൌട്ട് 25, ഏകദേശം എത്ര വയസ്സായിട്ട് അയാൾക്ക്? അബൌട്ട് 25 എന്ന് പറഞ്ഞാൽ ഏകദേശം 25. He was handsomely dressed in his gold braided uniform. അവൻ വളരെ ഭംഗിയായിട്ട്, ഹാൻസംലി, കാണുമ്പോ തന്നെ നല്ല സ്മാർട്ടായിട്ട്, സുന്ദരനായിട്ട് അല്ലെ, എന്താ ഡ്രസ് ചെയ്തിരിക്കുക. എങ്ങനെയാ? ഹിസ് ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. അതായത് അവന്റെ യൂണിഫോമിന്റെ പ്രത്യേകത, യൂണിഫോമിന് സ്വർണം കൊണ്ടുള്ള അല്ലെ, എന്താ അലുക്ക് എന്നൊക്കെ പറയുന്നത്. സ്വർണം കൊണ്ടുള്ള അങ്ങനെ ഒരു, അതിന്റെ സൈഡിലൊക്കെ അല്ലെ, നമ്മുടെ ഷർട്ടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ സ്വർണത്തിന്റെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയില്ലേ നമ്മള്. എന്താ പറയാ, ഈ സാരിക്കൊക്കെ നമ്മൾ പറയില്ലേ ബോർഡർ എന്നൊക്കെ പറയും. അതുപോലെ ഗോൾഡ് ബ്രൈഡഡ് യൂണിഫോം. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂൾലി. ടിൽ അവനെ നോക്കി. എങ്ങനെ നോക്കിയത്? കൂൾലി എന്ന് വെച്ചാൽ ഒട്ടും ബേജാറാവാതെ, ഒട്ടും വിഷമിക്കാതെ, അതായത് ടെൻഷൻ ഒന്നും അടിക്കാതെ. ചില ആൾക്കാർക്ക് ഈ പോലീസുകാരെയൊക്കെ കാണുമ്പോൾ ഒരു പേടി ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ പേടി? പോലീസുകാർ ഇല്ലല്ലോ. വെരി ഗുഡ്. പേടിക്കണ്ട കാര്യമില്ല. ചില ആൾക്കാർക്ക് ഉണ്ടാവും പോലീസുകാരെ കാണുമ്പോൾ ഒരു പേടി, സംസാരിക്കുമ്പോൾ ഒരു പേടി. ഇവിടെ അങ്ങനത്തെ പേടിയൊന്നും ഇല്ല. കൂൾലി. Then dismounted from his donkey. അതിനുശേഷം അവൻ ഡോങ്കിയുടെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഡിസ്മൗണ്ടഡ്. നമ്മള് ശ്രദ്ധിക്കുക, ഡോങ്കിയുടെ മുകളിൽ കയറുക, കുതിരയുടെ മുകളിലൊക്കെ കയറുക. അപ്പൊ നമ്മളൊരു ബസ്സിൽ കയറുകയാണെങ്കിൽ നമ്മൾ പറയാം ഗെറ്റ് ഇൻ ടു ദ ബസ്. ഒരു കാറിൽ കയറുമ്പോൾ നമ്മൾ പറയാം ഗെറ്റ് ഇൻ ടു ദ കാർ എന്നാ പറയാം. മനസ്സിലായോ? അതേപോലെ തിരിച്ച് നമ്മൾ അവിടുന്ന് ഇറങ്ങുമ്പോഴും നമ്മൾ പറയും എന്താ? ഗെറ്റ് ഔട്ട് ഫ്രം ദി ബസ്. ഗെറ്റ് ഔട്ട് എന്ന് ഒരാളോട് പറഞ്ഞ അർത്ഥം മാറിയിട്ടാ. അതും മാറി. നമ്മൾ പറയണം ഗെറ്റ് ഔട്ട് സൈഡ് ഓഫ് ദി ബസ് എന്ന് പറയാൻ വേണമെങ്കിൽ. അതേസമയം നമ്മളൊരു കുതിരപ്പുറത്ത് കയറുമ്പോൾ നമ്മൾ മൗണ്ട് ചെയ്യാന്നാ പറയാം. മൗണ്ട് ചെയ്യാം. മൗണ്ടഡ് ഓൺ ഹോഴ്സ്, ബൗണ്ടഡ് ഓൺ ഡോങ്കി. മനസ്സിലായ? അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്മൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മൗണ്ട് ചെയ്യാന്ന് പറയുന്നതിന്റെ കാരണം മനസ്സിലായില്ലേ? നമ്മളൊരു ഉയരത്തുമിലേക്കാണ് കയറണത്, വലിഞ്ഞു കയറണം. കേൾക്കണ്ട? മലയുടെ മുകളിൽ കയറണേന് നമ്മൾ പറയാറുണ്ട് മൗണ്ടഡ് എന്ന് പറയാറുണ്ട്. മലമുകളിലേക്ക് കയറില്ലേ? ശരിക്കും മൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? മല എന്നാണ് അർത്ഥം അല്ലേ? അപ്പോ he dismounted from his donkey. He bowed low and said. അവൻ എന്ത് ചെയ്തു? bowed, തല കുനിച്ചു. എന്നിട്ട് പറഞ്ഞു, okay, at him coolly. Then dismounted from his donkey. He bowed low and said.
അവൻ തലകുനിച്ചു, കുമ്പിട്ടു, എന്നിട്ട് പറഞ്ഞു, മേ ഗോഡ് ബ്ലസ് യു സർ ക്യാപ്റ്റൻ. If I look like a skeleton, it is not my fault. I am very hungry. I have come here because I am forced to. If you will be so good as to give me a piece of the gold cord that you wear on your coat, I will go and hang myself by the teeth on what the large leg of mutton that I see hanging in that butcher's shop. കണ്ടാ, എന്താ ഒരു കാര്യം ചോദിച്ചതിന് ഒരു മറുപടിയാണ്. ആ മറുപടി ഒന്നൊന്നര മറുപടിയാണ്. നോക്കാം എന്താണ് പറയണത്. മേ ഗോഡ് ബ്ലസ് യു സർ. അങ്ങയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങാണ്. എന്താ പറയണത്, കേൾക്കാണ്ടല്ലോ അല്ലേ പറയണത്? ശരി, പറയാണ്. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലട്ടൻ, എന്നെ കാണുമ്പോൾ ഒരു അസ്ഥിക്കൂടത്തെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അത് എന്റെ കുറ്റമല്ല. ഐ ആം വെരി ഹംഗ്രി. അല്ലേ? എന്താ പിന്നെ പറയണത്? എന്നെ കാണുമ്പോൾ അസ്ഥിക്കൂടത്തെ പോലെ തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും അതെന്റെ കുറ്റമല്ല. നോക്കൂ, ഐ ആം വെരി ഹംഗ്രി, എനിക്ക് വിശക്കുന്നു. റെസ്പിൻഡൻസ് ഉള്ള ആളാണ്. അപ്പോ ഐ ഹാവ് കം ഹിയർ, ഞാനിവിടെ വന്നത്, ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു, ഞാനിവിടെ വരാൻ ആഗ്രഹിച്ച ആളല്ല, പക്ഷെ ഞാനിവിടെ വരാൻ ഫോഴ്സ്ഡ് ടു എന്ന് പറഞ്ഞാൽ നിർബന്ധിതനായി. ഇവിടെ വരാതെ മാർഗമില്ല. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദ ഗോൾഡ് കോട്ട് ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്, ഐ വിൽ ഗോ ആൻഡ് ഹാങ് മൈസെൽഫ്. അപ്പോ വീണ്ടും കേട്ടാ പറഞ്ഞത്, if you will be so good as to give me a piece of the gold cord that you wear on your coat, I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. എന്താ പറയണത് ഇവിടെ? അതായത് if you will be so good as to give me പീസ് ഓഫ് ഗോൾഡ് കോഡ്, അതായത് താങ്കൾ അത്രയും നല്ല ആളാണെങ്കിൽ, എത്രയും നല്ല ആളാണെങ്കിൽ ഒരു കഷ്ണം ഗോൾഡ് കോഡ്. ഗോൾഡ് കോഡ് എന്ന് പറഞ്ഞാൽ സ്വർണം കൊണ്ടുള്ള ഒരു ചരട്. എവിടെയാ ചരട്? ദാറ്റ് യു വെയർ ഓൺ യുവർ കോട്ട്. സാധാരണ നിങ്ങള് മിലിറ്ററി ഓഫീസർമാര്, പോലീസ് ഓഫീസർമാര്, അവരുടെയൊക്കെ കുപ്പായത്തിന്റെ മീതെ കൂടെ ഒരു ചരട് ഇങ്ങനെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഒരു കയറ് പോലത്തെ സാധനം. അതേപോലെ ഒരു ചരട്, അത് യൂണിഫോമിന്റെ ഭാഗമാണ്. അത് ഇവിടെ എന്തുകൊണ്ടുണ്ടാക്കിയ ചരടാ? ഗോൾഡ്. അപ്പൊ ആ ഗോൾഡ് കോഡിന്റെ ഒരു കഷ്ണം താങ്കൾ എനിക്ക് തരാൻ അത്രയും നല്ല ആളാണെങ്കിൽ, അതായത് താങ്കൾ തന്നിരുന്നുവെങ്കിൽ, ഐ വിൽ ഗോ, ഞാൻ പോകും. എന്നിട്ട് എന്ത് ചെയ്യും? ആൻഡ് ഹാങ് മൈസെൽഫ്, ഞാൻ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. എവിടെ? ബൈ ദ ടീത്ത്. എങ്ങനെ തൂങ്ങിക്കിടക്കും? ബൈ ദ ടീത്ത്, പല്ലുകൊണ്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കും. പല്ലുകൊണ്ട് എവിടെ? ഓൺ ദാറ്റ് ലാർജ് ലെഗ് ഓഫ് മട്ടൺ. ആ ആടിന്റെ കാലുണ്ടല്ലോ, ആടിന്റെ കാല്. എവിടെ ആടിന്റെ കാല്? ആ വലിയ കാല്, ആടിന്റെ വലിയ ഒരു ആടിന്റെ കാലുണ്ട് അവിടെ. എവിടെയത്? ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദാറ്റ് ബച്ചേഴ്സ് ഷോപ്പ്. ബച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ഇറച്ചിവെട്ടുകാരൻ. ഇറച്ചിവെട്ടുകാരന്റെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന ആ വലിയ ആടിൻ കാലുമേ ഞാൻ എൻ്റെ പല്ലുകൊണ്ട് അതിങ്ങനെ പിടിച്ചിട്ട് ഞാനിങ്ങനെ തൂങ്ങിക്കിടക്കും. എന്തപ്പ ഈ പറഞ്ഞതിന്റെ അർത്ഥം? എന്തപ്പ ഈ വാചകം? ഒരു വാചക പറഞ്ഞോളൂ, പക്ഷെ എന്താ അതിന്റെ അർത്ഥം? എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി നിങ്ങക്ക്? ആരുല്ലേ? പോയാ? എന്നാ പറയ്, എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? ഒന്ന്, അയാൾക്ക് ഗംഭീരമായിട്ട് വിശക്കുന്നുണ്ട് അല്ലേ? അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ അയാളുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. ശരിയല്ലേ? അങ്ങനെ പൈസ ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാനിവിടെ വന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോ നിങ്ങൾ എനിക്ക് ആ സ്വർണത്തിന്റെ ഒരു കഷ്ണം തന്നാൽ എന്ന് പറഞ്ഞാൽ, സ്വർണം എന്ന് പറഞ്ഞ പൈസയാണ്. അപ്പൊ എൻ്റെ കയ്യിൽ കാശായി. ആ കാശ് കൊണ്ടുപോയി ഞാൻ
ആ ഇറച്ചിക്കടയിൽ പോയിട്ട് ആടിന്റെ കാര്യം പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് തൂങ്ങി കിടക്കാന്ന് പറഞ്ഞാൽ ഇയാള് ഇറച്ചിയും അങ്ങനെ പല്ല് വായ കടിച്ചു പിടിച്ച് അവിടെ തൂങ്ങി കിടക്കുന്നതാണോ അതിനാ പറഞ്ഞതിന്റെ അർത്ഥം? അല്ല. പിന്നെന്താ? അവിടെ നിന്ന് 1 കിലോ ഇറച്ചി മേടിച്ചോണ്ട് പോയിട്ട് വീട്ടിൽ പോയിട്ട് കൂട്ടാൻ വെച്ച് തിന്നും. അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? ആ അതന്നെ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി the captain was playing a game of chess with another officer. He looked curiously at Till. അപ്പൊ ക്യാപ്റ്റൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത്? പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് കളിച്ചുകൊണ്ടിരിക്കുക മറ്റൊരു ഓഫീസറുമായിട്ട്. അവൻ എന്ത് ചെയ്തു? He looked curiously, വളരെ ജിജ്ഞാസയോട് കൂടിയിട്ട് അവൻ നോക്കി. ആരുടെ നേരെ നോക്കി? അറ്റ് ടില്ലിന്റെ നേരെ. Where do you come from? He asked. നീ എവിടെ നിന്ന് വരുന്നു? അവൻ ചോദിച്ചു. നോക്ക. ഫ്രം ഫ്ലാൻഡേഴ്സ്, റിപ്ലൈഡ് ടിൽ. ടില്ല് പറയാണ്, ഞാൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്. വാട്ട് ഡു യു വാണ്ട്? നിനക്ക് എന്താണ് വേണ്ടത്? I should like to show His Highness the Archduke one of my paintings. I am a painter. എന്താ പറയണത്? I should like to show His Highness. ഞാൻ ഹിസ് ഹൈനസിനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഹിസ് ഹൈനസ് എന്ന് പറഞ്ഞാൽ എന്താ? സാധാരണ നമ്മുടെ നാട്ടില് രാജാക്കന്മാരെയൊക്കെ പോയിട്ട് നമ്മള് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങള് എന്തെന്നാ വിളിക്കുക? തമ്പുരാൻ. ആ, തമ്പുരാൻ എന്ന് വിളിക്കും. അതൊക്കെ ശരി. അതല്ലാതെ വേറെ ഒരു ഭാഷയും കൂടിയൊക്കെ ഉണ്ടായിന്. എന്തുട്ടാ? മുതലാളിയാ? രാജാവിനെയാ? രാജാവിനെ അങ്ങനെയല്ല വിളിക്കുക. രാജാവിനെ നമ്മൾ വിളിക്കുക, ഞാൻ പറയാം, തിരുമനസേ എന്നാണ് വിളിക്കുക മലയാളത്തിൽ. കേട്ടണ്ട? തിരുമനസേ കേട്ടണ്ട? ആ, തിരുമനസേ, തിരുവുള്ളം, അങ്ങനെയാണ് പറയാ. അല്ലാണ്ട് മുതലാളി എന്നൊക്കെ വിളിക്കും ആരെങ്കിലും രാജാവിനെ വിട്ട് അസലായിട്ടുണ്ട്. അപ്പോ അതിന്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പാണ് ഹിസ് ഹൈനസ്. ഹിസ് ഹൈനസ് എന്നാണ് നമ്മൾ പറയാം ഇംഗ്ലീഷില്. പ്രഭുക്കന്മാരെയും രാജാക്കന്മാരെയും ഒക്കെ നമ്മൾ വിളിക്കുന്ന പേരങ്ങനെയാണ്. ആ പേരല്ല, അവരങ്ങനെയാ, ബഹുമാനം, അതാണ് എൻ്റെ അർത്ഥം. ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക്, നമ്മുടെ പ്രഭു ആർച്ച് ഡ്യൂക്കിനെ ഞാൻ എൻ്റെ എന്താണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്? വൺ ഓഫ് മൈ പെയിന്റിങ്സ്, എൻ്റെ പെയിന്റിങ്ങുകളിലൊന്ന്. ഐ ആം എ പെയിന്റർ. ഞാൻ ആരാണ്? ഞാനൊരു പെയിന്ററാണ്. വെൽ, ഇഫ് യു ആർ എ പെയിന്റർ and if you come from Flanders, you may come in, said the captain somewhat impressed. ഇത് കേൾക്കേണ്ട താമസം. ക്യാപ്റ്റൻ ആള് മാറി. ക്യാപ്റ്റൻ നേരത്തെ പറഞ്ഞ ക്യാപ്റ്റൻ അല്ല ഇപ്പോ. ക്യാപ്റ്റൻ പറഞ്ഞു, നോക്കൂ, വെൽ, ശരി, ഇഫ് യു ആർ എ പെയിന്റർ, നീ ഒരു പെയിന്റർ ആണെങ്കിൽ, and if you come from Flanders, നീ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണെങ്കിൽ, you may come in, നിനക്ക് എന്ത് ചെയ്യാം, നീ വരൂ, said captain. ക്യാപ്റ്റൻ പറയാണ്. The captain knew that Flemish painters and their pictures were in great demand all over Europe. എന്താ ക്യാപ്റ്റൻ ഇവനെ ക്ഷണിക്കാനുള്ള കാരണം? ഫ്ലെമിഷ് പെയിന്റേഴ്സ്, ഫ്ലാൻഡേഴ്സിൽ നിന്ന് വരുന്ന പെയിന്റർമാര്. ഫ്ലെമിഷ് പെയിന്റേഴ്സ് നമ്മൾ പറയില്ല, ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇന്ത്യൻസ് എന്ന് വിളിക്കുന്നത് പോലെ. ഫ്ലെമിഷ് പെയിന്റേഴ്സ്, അവരുടെ ചിത്രങ്ങളുണ്ടല്ലോ, വേർ ഇൻ ഗ്രേറ്റ് ഡിമാൻഡ്. അവരുടെ ചിത്രങ്ങൾക്ക് വലിയ ഡിമാൻഡാണ്. എവിടെ? ഓൾ ഓവർ യൂറോപ്പ്, യൂറോപ്പ് മുഴുവനും. ടിൽ വാസ് പ്രസന്റഡ് ടു ആർച്ച് ഡ്യൂക്ക്. ടിൽ എന്താണെന്നാ പറഞ്ഞത്? ആർച്ച് ഡ്യൂക്കിന്റെ മുൻപിൽ പ്രസന്റഡ് എന്ന് പറഞ്ഞാൽ എന്താ? ടിൽ ആർച്ച് ഡ്യൂക്കിന്റെ മുൻപിൽ കൊണ്ടു ചെന്നാക്കപ്പെട്ടു എന്ന് വെച്ചാൽ ആർച്ച് ഡ്യൂക്കിനെ എന്റെ മുൻപിലേക്ക് ടില്ലിനെ കൊണ്ടുപോയി. He saluted Archduke 3 times. അല്ലേ? ടില്ല് സംഭവമാണ് കേട്ടാ. ആർച്ച് ഡ്യൂക്കിന്റെ മുന്നിലെത്തി വഴിക്ക് എന്ത് ചെയ്തു? സല്യൂട്ടഡ് ഹിം. ആർച്ച് ഡ്യൂക്കിനെ സല്യൂട്ട് ചെയ്തു. എത്ര തവണ സല്യൂട്ട് ചെയ്തു? 3 times, 3 തവണ. And stood before him with his head bowed. എന്നിട്ടോ അവന്റെ മുൻപിൽ ഹെഡ് ബോർഡ്, തല കുനിച്ചു നിന്നു. അത് ബഹുമാനം കൊണ്ടാണ് കേട്ടാ, കുറ്റം ചെയ്തിട്ടല്ല. കേൾക്കണ്ട? നിങ്ങളിടയ്ക്ക് തല കുനിച്ച് നിൽക്കാറില്ലേ? ആ, എപ്പോഴാ? എവിടെയാ? വീട്ടില്. ആ, എന്തിനാത്?
കുറുമ്പ് കാണിച്ചിട്ട്. അപ്പോ നിങ്ങൾ ഇപ്പോഴും കുറുമ്പ് കാണിച്ച് കിടക്കല്ലേ? ശരി ശരി, ആ ആയിക്കോട്ടെ. അപ്പൊ ഇതങ്ങനെയല്ല, ഇത് ബഹുമാനം. അപ്പോ may your highness pardon me for my rashness in thinking that one of my painting will please your highness. I have brought a picture of Our Lady, the Virgin, in her royal robes. I have painted it specially so that I might lay it at your noble feet. എന്താ പറയണത്? May your highness pardon me. ആദ്യം തന്നെ മാപ്പ് ചോദിക്കണം. തിരുമനസ്സേ, എന്നോട് ക്ഷമിച്ചാലും എനിക്ക് മാപ്പ് നൽകിയാലും. എന്തിന്? For my rashness in thinking that one of my painting will please your highness. അതായത് എൻ്റെ പെയിന്റിങ്ങുകളിൽ ഒരെണ്ണം അങ്ങയെ സന്തോഷിപ്പിക്കുമെന്നുള്ള ചിന്ത. അതായത് ഇൻ തിങ്കിങ് ദാറ്റ് വൺ ഓഫ് മൈ പെയിന്റിങ് വിൽ പ്ലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സന്തോഷിപ്പിക്കുക. ആരെ സന്തോഷിപ്പിക്കുക? യുവർ ഹൈനസ്, അതായത് തിരുമനസ് അല്ലെ? തിരുമനസിനെ എൻ്റെ പെയിന്റിങ്ങുകളിൽ ഒരെണ്ണം അങ്ങയെ സന്തോഷിപ്പിക്കുമെന്നുള്ള ചിന്ത ഉണ്ടല്ലോ. ആ ചിന്ത എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അങ്ങനെ ഒരു ചിന്ത, മൈ റാഷനസ്, അങ്ങനെ ഒരു യുക്തി അല്ലെങ്കിൽ ഒരു ചിന്ത എന്നിൽ വന്നു. അത് ആ വന്നത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം എന്നാണ് പറയുന്നത്. ഐ ഹാവ് ബ്രോട്ട്, ഞാനിതാ കൊണ്ടുവന്നിരിക്കുന്നു. എന്ത് കൊണ്ടുവന്നിരിക്കുന്നു? എ പിക്ചർ ഓഫ് അവർ ലേഡി ദ വെർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. ഞാനിതാ വരച്ചു കൊണ്ടുവന്നിരിക്കുന്ന ചിത്രം ആരുടേതാണ്? അവർ ലേഡി ദ വെർജിൻ ഇൻ ഹെർ റോയൽ റോബ്സ്. അവർ ലേഡി ദ വെർജിൻ എന്ന് പറഞ്ഞ ആരാ? അറിയില്ലേ നിങ്ങളാളെ? ആണോ? നിങ്ങൾ അറിയില്ലേ? വെർജിൻ, അവർ ലേഡി ദ വെർജിൻ എന്ന് പറഞ്ഞാൽ കന്യാമറിയം എന്ന് പറയുന്നത്. കേട്ടിട്ടില്ലേ നിങ്ങള്? അത് കേട്ടിട്ടില്ല അല്ലെ? അതാരാ? അല്ല, കേട്ടിട്ടില്ലേ? ആരും കേട്ടില്ല. പിന്നെന്താ മിണ്ടാതിരിക്കുന്നത്? പറയണ്ടേ? എങ്ങനെ? ഇൻ ഹെർ റോയൽ റോബ്സ്, അവളാ രാജകീയ. അപ്പൊ നമ്മള് കന്യാമറിയം എന്ന് പറഞ്ഞ ദൈവമാണ്. അപ്പൊ റോയൽ റോബ്സ്, മനോഹരമായ വസ്ത്രങ്ങൾ ഇങ്ങനെ ധരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ചിത്രം ഞാനിതാ വരച്ചിരിക്കുന്നു. മനസ്സിലായി? ഈ കന്യാമറിയം അതുപോലെ യേശു ക്രിസ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിത്രം വരച്ചിട്ടുള്ള ചിത്രങ്ങള്, പണ്ടത്തെ പെയിന്റർമാര് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ്. അന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോ ആ ചിത്രം ഓരോരുത്തരും സങ്കല്പിച്ചിട്ട് വരയ്ക്കണം. അപ്പൊ അതിലെ ഏറ്റവും നല്ലത് ഏതാ? അത് നമ്മൾ എടുക്കുന്നു. അപ്പോ ഇതാ ഞാൻ അവർ ലേഡി ദ വെർജിനെ ഞാൻ വരച്ചിരിക്കുന്നു. ഐ ഹാവ് പെയിന്റഡ് ഇറ്റ് സ്പെഷ്യലി സോ ദാറ്റ് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. ഞാനിത് പ്രത്യേകം വരച്ചതാണ്, അതുകൊണ്ട് ഐ മൈറ്റ് ലേ ഇറ്റ് അറ്റ് യുവർ നോബിൾ ഫീറ്റ്. താങ്കളുടെ എന്താ പറയാ? നോബിൾ ഫീറ്റ് എന്ന് പറയുന്നത് താങ്കളുടെ കാൽക്കൽ, അടിയറ വയ്ക്കാന്നൊക്കെ പറയുന്നത് അതുപോലെയാണ്. നോബിൾ എന്ന് വെച്ചാൽ കുലീനമായ ആ പാദങ്ങളിൽ ഞാനിത് സമർപ്പിക്കുന്നു എന്ന് പറയുന്നത്. Till paused a few moments for his words to sink in. ഇത്രയും പറഞ്ഞപ്പോ ടിൽ എന്ത് ചെയ്തു? കുറച്ചു നേരത്തേക്ക് ഒന്ന് പോസ് എന്ന് വെച്ചാൽ എന്താ? ഒന്ന് നിർത്തി. His words to sink in. Then he continued. കുറച്ചു നേരത്തേക്ക് അവൻ നിർത്തിയിട്ട് എന്ത് ചെയ്തു? അവൻ തുടർന്നു. You must forgive me, your highness, if I have dared to hope that this picture will please you. വീണ്ടും കേട്ടാ രാജാവിനെ സൂചിപ്പിക്കുക. എന്താ പറയണത്? You must forgive me, your highness. Your highness, നിങ്ങൾ എന്നോട് ക്ഷമിച്ചാലും, if I have dared to hope that, ഞാൻ വിചാരിക്കുകയാണ്, this picture will please you, ഈ ചിത്രം താങ്കളെ സന്തോഷിപ്പിക്കും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ കേട്ടാ. ഈ ചിത്രം താങ്കളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. ആ പ്രതീക്ഷിക്കാൻ എനിക്കുണ്ടായ ധൈര്യം, ആ ധൈര്യത്തിന് എന്നോട് മാപ്പ്, അല്ലെ? അങ്ങനെ ഞാനൊരു ധൈര്യം കാട്ടി എന്നാ പറഞ്ഞത്. ധൈര്യം, രാജാവിന് മുൻപിൽ ധൈര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ ധിക്കാരം എന്നാണ് പറയുന്നത്. അപ്പോ അതിന് എന്നോട് ക്ഷമിച്ചാലും, perhaps your highness might wish to offer me the
chair of your court painter who died recently. കണ്ട നമ്മുടെ ടിൽ എന്ന് പറയുന്ന ആള് അങ്ങനെ കറങ്ങി വഴി തെറ്റി വന്നതല്ല. ടിൽ വന്നതിന് പ്രത്യേക ഉദ്ദേശമുണ്ട്. എന്താ പ്രത്യേക ഉദ്ദേശം? നോക്കിയേ, എന്താ പറഞ്ഞത്? Perhaps your highness might wish to offer me. ഒരു പക്ഷേ your highness, തിരുമനസ്, ഒരു പക്ഷേ എന്ത് ചെയ്യാം? Might wish to offer me, ഒരു പക്ഷേ എനിക്ക് ഓഫർ ചെയ്യാം, എനിക്ക് നൽകാം, എനിക്ക് വാഗ്ദാനം ചെയ്യാം. എന്താണ് വാഗ്ദാനം ചെയ്യാം? The chair of your court painter who died recently. ഇപ്പോ അടുത്ത് സമീപകാലങ്ങളിൽ മരിച്ചു, അടുത്തന്നെ മരിച്ചല്ലോ താങ്കളുടെ കോർട്ട് പെയിന്റർ, കൊട്ടാരം ചിത്രകാരൻ. കോർട്ട് പെയിന്റർ എന്ന് പറഞ്ഞാൽ എന്താ? കൊട്ടാരത്തില് രാജാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഓരോരുത്തരുണ്ടാവും. അവരൊക്കെ കൊട്ടാരം എന്നുള്ള പേര് വെച്ചിട്ട്, കൊട്ടാരം വൈദ്യൻ കേട്ടിട്ടുണ്ടാ? അതുപോലെ കൊട്ടാരം ചിത്രകാരൻ, കൊട്ടാരത്തിലെ കവി, കൊട്ടാരത്തിലെ കഥാകൃത്ത്, അങ്ങനെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ കൊട്ടാരത്തിലുണ്ടാവും. രാജാവിനെ വേണ്ട കാര്യങ്ങൾ, ഈ രാജാവ് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞ് ഉടനടി പടം വരച്ചു കൊടുക്കുക. അതാണ് കൊട്ടാരം പെയിന്ററുടെ പണി. പക്ഷെ ഭയങ്കര കാശായിരിക്കും, ഭയങ്കര ശമ്പളമായിരിക്കും, നല്ല തീറ്റയും കൂടിയൊക്കെ ഉണ്ടായിരിക്കും. അപ്പോ ഇവിടുത്തെ പെയിന്റർ ഇപ്പൊ മരിച്ചു. ആ മരിച്ച പെയിന്ററുടെ സ്ഥാനത്തേക്ക് എന്നെ താങ്കൾ എടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇയാള് വഴിതെറ്റി വന്ന ആളല്ല എന്ന് മനസ്സിലായല്ലോ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വന്നുള്ളത്. I can see the empty velvet chair waiting to be filled. ഇയാളിങ്ങനെ നിൽക്കുമ്പോ ആ ചെയർ ഒഴിഞ്ഞു കിടക്ക. ആരുടെ? നമ്മുടെ കൊട്ടാരം ചിത്രകാരന്റെ. അപ്പൊ ഇയാൾ പറഞ്ഞു, നോക്കൂ, I can see, എനിക്കിതാ കാണാൻ കഴിയുന്നു, the empty velvet chair, ഒഴിഞ്ഞു കിടക്കുന്ന ആ വെൽവെറ്റ് ചെയർ, പട്ട് അല്ലെ, വെൽവെറ്റ് എന്ന് പറഞ്ഞിങ്ങനെ പട്ട്, മൃദുലമായ ആ കസേര, അത് ഒഴിഞ്ഞു കിടക്കുന്നത്. ടു ബി വെയിറ്റിംഗ് ടു ബി ഫിൽഡ്. അത് എന്തിനാ ഒഴിഞ്ഞു കിടക്കുന്നത്? ആ കസേര ഇങ്ങനെ വിളിക്കണം, വരൂ, ആരെങ്കിലും വന്നിരിക്കൂ. അങ്ങനെ വെയിറ്റിംഗ് ടു ബി ഫിൽഡ്, അത് ആരെങ്കിലും വന്നിരിക്കാൻ തയ്യാറായിട്ട് ആ കസേര ഒഴിഞ്ഞു കിടക്കണം. അവിടേക്ക് അങ്ങനെ ക്ഷണിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്തോരം എടുത്തു? 11ാമത്തെ പേജ് എടുത്തു, പിന്നെയോ 10ാമത്തെ പേജ് എടുത്തു. ഈ 11, 10 എന്ന് പറയുന്ന ഇപ്പൊ നമ്മൾ വായിച്ചില്ലേ? ഈ വായിച്ചത് നിങ്ങളൊരു അടുത്ത ക്ലാസ് ആവുമ്പോഴേക്കും നിങ്ങൾ അത് നന്നായിട്ട് വായിച്ച് നല്ല ഫ്ലോ ആയിട്ട് വരണ്ട. പ്രിപ്പോസിഷൻ അടുത്ത ഇംഗ്ലീഷ് നാളെ എടുക്കില്ല. നാളെ എടുക്കണ? വേണ്ട, നാളെ എടുക്കില്ല. അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്. അടുത്ത ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ടാവും മിക്കവാറും ഹിന്ദി എടുക്കാട്ടാ. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ്. ഇനിയിപ്പോ സ്കൂളിൽ എടുക്കുന്നുണ്ടെങ്കിൽ, ഹിന്ദി എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പൊ ഇംഗ്ലീഷ് ഒരു ദിവസം നമ്മൾ ലാംഗ്വേജ് എന്നാണ് ഇട്ടുള്ളത്. ഇംഗ്ലീഷ് ഇന്നിപ്പോ എന്താഴ്ച? വ്യാഴാഴ്ച അല്ലേ? അപ്പൊ ഇനി അങ്ങനെയാണെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് പിന്നെ വരും ഇനി അടുത്ത വ്യാഴാഴ്ച ആയിരിക്കും. അത്രയ്ക്ക് നീളം പോണാ? വേണ്ടല്ലോ, വേണ്ട. അപ്പൊ ഞാനത് അതിൻ്റെ ഇതുപോലെ പറയാം. നിങ്ങള്